നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-2027 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. യോഗം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ആലക്കോട് നിർമ്മാണം പൂർത്തീകരിച്ച കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പി ജി ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 21 മുതൽ മാർച്ച് 2 വരെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ വെച്ച് അഖില കേരള കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പഠനവുമില്ലാതെ ദുരന്ത നിവാരണ നിയമം ഇടുക്കി ജില്ലയിലെ നടപ്പിലാക്കിയ സ്വന്തം മുന്നണിയുടെ സർക്കാരിനെതിരെയാണ് ദേവികുളം MLA സമരം ചെയ്യേണ്ടതെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടവെട്ടി തെക്കുംഭാഗം മീൻമുട്ടി മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളം ലഭ്യമാകാത്തതിനെ തുടർന്ന് ഇടവെട്ടി പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-2027 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. യോഗം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ജോബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് തനത് പദ്ധതികളെക്കുറിച്ചും ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന് നടപ്പാക്കുന്ന സംയുക്ത പദ്ധതികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന ഗ്രാമസഭകളിൽ ബ്ലോക്ക് പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. യോഗം പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നടപ്പാക്കിയ പല പദ്ധതികളും കൂടിയാലോചനകളുടെ എല്ലാം പോരായ്മ മൂലം പലപ്പോഴും പദ്ധതികൾ നമുക്ക് പൂർണ്ണതോതിൽ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത കാര്യം ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും അത്തരത്തിലൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇനിയുള്ള നാളുകളിലും നമ്മൾ നടപ്പാക്കുന്ന പദ്ധതികൾ ഉണ്ടാകാതിരിക്കുവാൻ തീർച്ചയായും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ കരുതലോടുകൂടി തന്നെ ഈ ഗ്രാമസഭയ്ക്ക് ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മീറ്റിംഗിനെ വിളിച്ചുകൂട്ടി പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചും എല്ലാം ഒരു ചർച്ച നടത്തിയതിന് ശേഷമാണ് നമ്മൾ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വിജയിച്ചു വന്നിരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 84 വാർഡുകളിലെയും സമഗ്രമായിരിക്കുന്ന വികസനം അതോടൊപ്പം തന്നെ അത് സാധ്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്നും ഒരു വലിയ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ തേടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC ജോബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ തനത് പദ്ധതികളും ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന് നടപ്പാക്കുന്ന സംയുക്ത പദ്ധതികളും യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസ്കുട്ടി ജോസഫ്, KK തോമസ്, ഷൈനി ഷാജി എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി CN ബിന്ദു, അസിസ്റ്റന്റ് സെക്രട്ടറി TE സിയാദ് എന്നിവർ കരട് പദ്ധതി നിർദ്ദേശങ്ങളും ധനവിനിയോഗവും യോഗത്തിൽ വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അംഗങ്ങളായ ജോസിൽ സെബാസ്റ്റ്യൻ, ബീമ അനസ് എന്നിവർ പദ്ധതികൾ നിർദ്ദേശിച്ചു. ഗ്രാമപഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ, കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി ജോൺ, പുറപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ബബിത അനൂപ്, മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി സതീഷ് എന്നിവരാണ് പദ്ധതികൾ നിർദ്ദേശിച്ചത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മുട്ടം, കരിങ്കുന്നം, പുറപ്പുഴ, മണക്കാട്, കുമാരമംഗലം, ഇടവെട്ടി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ അംഗങ്ങൾ ഗ്രാമസഭയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആലക്കോട് നിർമ്മാണം പൂർത്തീകരിച്ച കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. പി ജി ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, ഇളദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാൻസി മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ആലക്കോട് നിർമ്മാണം പൂർത്തീകരിച്ച കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരു ഗ്രാമപ്രദേശത്ത് ലഭ്യമാക്കുന്നത് ഗ്രാമീണ മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MLA പറഞ്ഞു.
ഇത് 96-97 കാലഘട്ടത്തിൽ 2001 വരെ ഞാൻ രജിസ്ട്രേഷൻ മന്ത്രിയായിരുന്നു. കമ്പ്യൂട്ടറൈസേഷനെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം 4 ഓഫീസുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ചവർ ആദ്യം തൊടുപുഴ ഓഫീസാണ് കമ്പ്യൂട്ടറൈസ് ചെയ്തത്. ഇപ്പോൾ ആ സൗകര്യം എല്ലായിടത്തേക്കും ആയിരിക്കുന്നു. ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി ഈ കാരിക്കോട് ഓഫീസ് ആലക്കോട്ടേക്ക് മാറുമ്പോൾ ഈ ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ്. ഇവിടെ ആക്ടിവിറ്റീസ് കൂടും, ആലക്കോടിൻ്റെ പ്രാധാന്യം വർദ്ധിക്കും. ഇതിൽ പങ്കെടുക്കാൻ അതിയായ സന്തോഷമുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായ ആലക്കോട് ഡെവലപ്മെന്റ് സൊസൈറ്റിയെയും സ്ഥലം സൗജന്യമായി നൽകിയ റെനി ഷിജു പള്ളിവാതിക്കലിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി, ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാൻസി മാത്യു, ആലക്കോട് ഡെവലപ്മെന്റ് സൊസൈറ്റി കൺവീനർ KC ജോർജ്, രജിസ്ട്രേഷൻ ജോയിന്റ് ഇൻസ്പെക്ടർ ജനറൽ PK സാജൻ കുമാർ, ജില്ലാ രജിസ്ട്രാർ PK ബിജു, തൊടുപുഴ സബ് രജിസ്ട്രാർ PG സന്തോഷ് കുമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നിർമ്മാണത്തിന് സ്ഥലം സൗജന്യമായി നൽകിയ റെനി ഷിജു പള്ളിവാതിക്കലിനെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. തൊടുപുഴ നഗരസഭ വികസന സമിതി യോഗം നടത്തി. 2026-2027 വാർഷിക പദ്ധതിയിലെ വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനെ കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. യോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിച്ചു. തൊടുപുഴ നഗരസഭയിൽ 2026-2027 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള കരട് പദ്ധതി രേഖ സെമിനാറിൽ സമർപ്പിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള നഗരസഭയുടെ 2026-2027 വാർഷിക പദ്ധതിയുടെ രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായാണ് വികസന സെമിനാർ നടത്തിയത്. നഗരാസൂത്രണം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, ഖരമാലിന്യ സംസ്കരണം, മാലിന്യ സംസ്കരണം, പാർപ്പിടം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 2026-2027 വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കുന്നത്. പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകൾ, നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ, വാർഡ് സഭകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ മുതലായവയിൽ നിന്നും ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് കരട് വാർഷിക പദ്ധതികൾ തയ്യാറാക്കിയത്. പദ്ധതി രേഖ സെമിനാറിൽ ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കുമായി സമർപ്പിച്ചു. 17 മേഖലകളായി തിരിഞ്ഞു നടത്തിയ ചർച്ചകളിൽ തൊടുപുഴയുടെ സമഗ്ര വികസനം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു. കൗൺസിൽ യോഗം ചേർന്ന് അന്തിമ പദ്ധതിക്ക് അംഗീകാരം നൽകും. വൈസ് ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ SM ഷെരീഫ് ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK സുധാകരൻ നായർ, സുബേദ സെയ്ദ് മുഹമ്മദ്, PA ഷാഹുൽ ഹമീദ്, മേഴ്സി സെബാസ്റ്റ്യൻ, റംസിയ നിയാസ്, സെക്രട്ടറി ഇൻചാർജ് ജോസ് MP എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ, വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 21 മുതൽ മാർച്ച് 2 വരെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ വെച്ച് അഖില കേരള കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് പ്രവർത്തന സമയം. 21-ന് വൈകിട്ട് 4:30-ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ വൈസ് ചെയർമാൻ K ദീപക് ആദ്യ വിൽപ്പന നടത്തും. നിരവധി പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയുടെ സഹകരണത്തോടെ ഫെബ്രുവരി 21 മുതൽ മാർച്ച് 2 വരെ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ വെച്ച് സംഘടിപ്പിക്കും. കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലകളിലെയും വിദഗ്ധരായ കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കും. തടി, മുള, ചിരട്ട, തുണിത്തരങ്ങൾ, ബാംബു, ടെറാക്കോട്ട, ജൂവലറി തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലയിലുള്ള വിദഗ്ധരായ കരകൗശല വിദഗ്ധരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. കരകൗശല ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും പൊതുജനങ്ങൾക്ക് കാണുന്നതിനുമായി അവസരം നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറുകിട സംരംഭകരും ഈ മേളയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. 30ഓളം സ്റ്റാളുകളാണ് കരകൗശല പ്രദർശന മേളയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റിന്റെ സഹകരണത്തോടെ റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. 21-ന് വൈകിട്ട് 4:30-ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ അസിസ്റ്റന്റ് ഡയറക്ടർ ലെനിൻ രാജ് അധ്യക്ഷത വഹിക്കും. മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക് ആദ്യ വിൽപ്പന നടത്തും. നബാർഡ് DDM MS അരുൺ മുഖ്യ പ്രഭാഷണം നടത്തും. ജോയി മൈലാടി,
ആതിര ജോഷി തുടങ്ങിയവർ പദ്ധതിക്ക് ആശംസ നേർന്ന് സംസാരിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധരും അവരുടെ വിപണനങ്ങളും ആണ് ആ ദിവസത്തെ സ്റ്റാളുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. തടി, മുള, ചിരട്ട, തുണിത്തരങ്ങൾ, ബാമ്പു, ടെറാക്കോട്ട, ജുവലറി തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലയിലുള്ള വിദഗ്ധരായ കരകൗശല വിദഗ്ധരാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുവാനും അത് വിൽപ്പന നടത്തുവാനും ഉള്ള അവസരം അവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറുകിട സംരംഭകരിൽ ഈ മേളയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തു നിന്നുള്ള സംരംഭകർ അവരുടേതായിട്ടുള്ള സ്റ്റാളുകൾ അതിൻ്റെ അകത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. 30ഓളം സ്റ്റാളുകൾ ഈ 10 ദിവസക്കാലം പ്രദർശനത്തിനായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഡെവലപ്മെന്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റിന്റെ സഹകരണത്തോടെ റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസിംഗ് കമ്പനി എന്ന സ്ഥാപനമാണ് ഇത് നേതൃത്വം വഹിക്കുന്നത്. പ്രൊഡക്ടർ കേന്ദ്രമാക്കിയിട്ടുള്ളതാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ ഡോക്ടർ തോംസൺ ജോസഫ്, മൈക്കിൾ ഫ്രാൻസിസ്, MK പുരുഷോത്തമൻ, M മോനിച്ചൻ, MS ഷാജിമോൻ, KR ബിനോസ്, റോൻസി സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലിയിൽ മുടിവെട്ടാനെത്തിയ 8 വയസ്സുകാരനോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ അയൽ സംസ്ഥാന തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് മൂർഷിദാബാദ് സ്വദേശി അലിനാണ് പോലീസിന്റെ പിടിയിലായത്. പോക്സോ വകുപ്പ് ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അടിമാലി ടൗണിൽ മൂന്നാർ റോഡിൽ പ്രവർത്തിക്കുന്ന ബാർബർ ഷോപ്പിൽ 8 വയസ്സുകാരൻ മുടിവെട്ടാനെത്തിയപ്പോൾ ഉത്തർപ്രദേശ് സ്വദേശി അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പരാതിക്കിട വരുത്തിയ സംഭവം നടന്നത്. ഇയാൾ കുട്ടിയുടെ ശരീരത്ത് പിടിക്കുകയും അപമര്യാദയായി പെരുമാറിയെന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പോക്സോ വകുപ്പ് ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഉത്തർപ്രദേശ് മൂർഷിദാബാദ് സ്വദേശിയായ അലിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജയുടെ സമരത്തിനെതിരെ വിമർശനവുമായി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി രംഗത്ത്. ഒരു പഠനവുമില്ലാതെ ദുരന്ത നിവാരണ നിയമം ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കിയ സ്വന്തം മുന്നണിയുടെ സർക്കാരിനെതിരെയാണ് ദേവികുളം MLA സമരം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ MLA ആദ്യം മൂന്നാറിൽ നിർമ്മാണ നിയന്ത്രണത്തിന് കാരണമായ ഉത്തരവുകൾ പിൻവലിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. സ്വന്തം സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന സമര നാടകങ്ങളെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ബിജോ മാണി കൂട്ടിച്ചേർത്തു. ഒരു പഠനവുമില്ലാതെ ദുരന്ത നിവാരണ നിയമം ജില്ലയിൽ നടപ്പാക്കിയ സ്വന്തം മുന്നണിയുടെ സർക്കാരിനെതിരെയാണ് ദേവികുളം MLA സമരം ചെയ്യേണ്ടതെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടെങ്കിൽ MLA ആദ്യം മൂന്നാറിൽ നിർമ്മാണ നിയന്ത്രണത്തിന് കാരണമായ ഉത്തരവുകൾ പിൻവലിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. മൂന്നാറിലെ 8 വില്ലേജുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ NOC ബാധകമാക്കി 2016 ജൂൺ 9 ഇറക്കിയ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതുകൂടാതെയാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം 13 പഞ്ചായത്തുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി 2023 ജൂലൈ 29 ഉത്തരവിറക്കിയത്. റെഡ്, ഓറഞ്ച് സോണുകളിലായി തിരിച്ചാണ് നിയന്ത്രണം. മൂന്നാറിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസും ഹസാർഡ് അനലിസ്റ്റിന്റെ 2023 റിപ്പോർട്ടുമാണ് ദുരന്ത നിവാരണ നിയമം നടപ്പിലാക്കുന്നതിന് ആധാരമായി പറയുന്ന കാരണങ്ങൾ. ഇതിൽ ഹസാർഡ് അനലിസ്റ്റ് ജില്ലയിലെ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്ന് പഠനം നടത്തിയിട്ടില്ലെന്ന് 2023 നൽകിയ റിപ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകും. 2010 കേന്ദ്ര ഭൗമശാസ്ത്ര പഠനകേന്ദ്രം തയ്യാറാക്കിയ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളുടെ ഭൂപടം ശാസ്ത്രീയമായി തയ്യാറാക്കിയതാണെന്ന് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഹസാർഡ് അനലിസ്റ്റ് ചെയ്തത്. 2018 പ്രളയത്തെ തുടർന്ന് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ പ്രദേശങ്ങളെക്കുറിച്ച് സർക്കാർ പഠനം നടത്തിയിരുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ അപകട ഭീഷണിയിലുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും കൂടുതൽ ശാസ്ത്രീയ പഠനം ആവശ്യമെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘത്തെക്കൊണ്ട് പഠനം നടത്തണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ദുരന്ത നിവാരണ നിയമം നടപ്പിലാക്കിയിട്ടുള്ള ആനവിരട്ടി, മൂന്നാർ വില്ലേജുകളിലെ 36 കുടുംബങ്ങളെയും ശാന്തൻപാറ വില്ലേജിലെ 8 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കണമെന്നാണ് റിപ്പോർട്ട്. അല്ലാതെ പഞ്ചായത്ത് തിരിച്ച് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ നിലനിൽക്കെയാണ് ഒരു പഠനവും നടത്താതെ 13 പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറക്കിയത്. സ്വന്തം സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന സമര നാടകങ്ങളെ ജില്ലയിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ബിജോ മാണി പറഞ്ഞു. യഥാർത്ഥത്തിൽ മൂന്നാറിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, അതായത് ദേവികുളം നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്ത്, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകളിലും ഇപ്പോൾ നിലനിൽക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഈ ദുരന്ത നിവാരണ നിയമമാണ്.
ഒരു പഞ്ചായത്ത് വാർഡിൽ തന്നെ ഈ റെഡ് സോൺ ഓറഞ്ച് സോൺ കടന്നു വരികയാണ്. ഇപ്പം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഈ 13 പഞ്ചായത്തിൽ ഏതൊക്കെ വാർഡുകളിലാണ് റെഡ് സോണും ഓറഞ്ച് സോണും ആയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി ജിയോ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഓൺലൈനായിട്ടാണ് ഇത് കണ്ടുപിടുത്തുന്നതാണ് പറയുന്നത്. ഒരു വാർഡിൽ തന്നെ റെഡ് സോണും ഓറഞ്ച് സോണും വരും. അപ്പൊ ഇനി ഈ നിർമ്മാണ അനുമതി കൊടുക്കണമെങ്കിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എഞ്ചിനീയറിംഗ് ഈ സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ അവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി 13 പഞ്ചായത്തുകൾ. ഇതുപോലെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഉത്തരവ് ഇറക്കിയിട്ട് ഇപ്പം 3 വർഷമാകാൻ പോവാ. നാളിതുവരെ ജില്ലയിലെ ദേവികുളത്തെ MLA ആയിക്കോട്ടെ, ഉടുമ്പൻചോലയിലെ MLA ആയിക്കോട്ടെ, ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ജില്ലയിലെ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഇടതുപക്ഷ നേതൃത്വം നാളിതുവരെ ഈ ഉത്തരവ് പിൻവലിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഈ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള ഈ നിയന്ത്രണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. നിരന്തരമായി മറ്റു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജു ഷാഹുൽ എന്നിവരും ബിജോ മാണിക്കൊപ്പം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. പെരിയമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. 23 വരെയാണ് ഉത്സവം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി NV സന്തോഷ് തിരുമേനിയുടെയും കാർമ്മികത്വത്തിലാകും ചടങ്ങുകൾ നടക്കുക. വണ്ണപ്പുറം ദർഭത്തൊട്ടി മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി 19 വ്യാഴാഴ്ച മുതൽ 22 തിങ്കളാഴ്ച വരെ ആചാര അനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെയും പെരിയമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി NV സന്തോഷ് തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടത്തപ്പെടും. ഫെബ്രുവരി 19 വ്യാഴം രാവിലെ 9-ന് ബിനിമോൾ പുത്തൻപുരയിൽ ഭവനത്തിൽ നിന്ന് കൊടിക്കൂറ ഘോഷയാത്ര പുറപ്പെട്ട് 10-ന് തൃക്കൊടിയേറ്റ് നിർവഹിച്ചു. പെരിയമന നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പതിനൊന്നിന് ഉച്ചപൂജ, 12-ന് പ്രസാദയൂട്ട്, വൈകിട്ട് 4-ന് നട തുറക്കൽ, 5-ന് വിശേഷാൽ പൂജ, 6:30-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:15-ന് അന്നപ്രസാദം, 7:30-ന് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്
രാജീവ് ഭാസ്കരൻ കുംഭഭരണി മഹോത്സവ പരിപാടികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. വാർഡ് മെമ്പർ അജിത ദിനേശൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. 8 മണി മുതൽ വിവിധ കലാപരിപാടികൾ. ഫെബ്രുവരി 20 വെള്ളിയാഴ്ച രാവിലെ 5-ന് നിർമ്മാല്യ ദർശനം, 6-ന് മഹാഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജ. വഴിപാടുകൾ: 11-ന് ഉച്ചപൂജ, 12-ന് പ്രസാദിവിട്ട്, വൈകിട്ട് 4:30-ന് നട തുറക്കൽ, 5-ന് വിശേഷാൽ പൂജ, 6:30-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:15-ന് അന്നപ്രസാദം, 7:30-ന് തിരുവാതിരകളി, തുടർന്ന് ഭക്തിഗാനമേള. 21-ന് രാവിലെ 5-ന് നിർമ്മാല്യ ദർശനം, 6-ന് ഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 11-ന് ഉച്ചപൂജ, 12-ന് പ്രസാദിവിട്ട്, വൈകിട്ട് 4:30-ന് നട തുറക്കൽ, 5-ന് വിശേഷാൽ പൂജ, 6:30-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:15-ന് നൃത്തനൃത്യങ്ങൾ, 7:30-ന് പ്രസാദിവിട്ട്, 7:45-ന് ഭരതനാട്യം, 8:15-ന് നൃത്തനൃത്യങ്ങൾ. ഫെബ്രുവരി 22-ന് രാവിലെ 5-ന് നിർമ്മാല്യ ദർശനം, 6-ന് ഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജ. വഴിപാടുകൾ: 9-ന് പൂമൂടൽ, 9:30-ന് കലങ്കരിക്കൽ, 11-ന് ഉച്ചപൂജ, ഉച്ചയ്ക്ക് 12-ന് പ്രസാദിവിട്ട്, വൈകിട്ട് 4:30-ന് നട തുറക്കൽ, 5-ന് സർവൈശ്വര്യ പൂജ, 6:30-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:15-ന് പ്രസാദിവിട്ട്, 7:30-ന് വീരനാട്യം, നൃത്തദൃശ്യ വിസ്മയം, 7:45-ന് ഭജന. വഴിപാട്: ഫെബ്രുവരി 23-ന് രാവിലെ 5-ന് നിർമ്മാല്യ ദർശനം, 6-ന് മഹാഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 7:30-ന് വിശേഷാൽ പൂജ. വഴിപാടുകൾ: 9-ന് കലശം. തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം ചെറിയ നീലകണ്ഠൻ നമ്പൂതിരിപ്പാണ്ടിന്റെയും പെരിയമന നാരായണൻ നമ്പൂതിരിപ്പാണ്ടിന്റെയും മുഖ്യകാർമ്മികത്വത്തിൽ 10-ന് കലശാഭിഷേകം, തുടർന്ന് വിശേഷാൽ പൂജകൾ. 11-ന് ഉച്ചപൂജ, ഉച്ചയ്ക്ക് 12-ന് പ്രസാദിവിട്ട്, വൈകിട്ട് 4:30-ന് നട തുറക്കൽ, 5:30-ന് താലപ്പൊലി ഘോഷയാത്ര തൊമ്മൻകുത്ത് ശാന്തിക്കാട് അമ്മയുടെ കാണിക്ക മണ്ഡപത്തിൽ നിന്ന്, 8-ന് വിശേഷാൽ ദീപാരാധന, 8:30-ന് അത്താഴപൂജ, 8:45-ന് മഹാപ്രസാദിവിട്ട്, 9:30-ന് ബാലെ, 12-ന് മംഗളപൂജ, കൊടിയിറക്ക്. തിരുവുത്സവം ജാതിമത ചിന്തകൾക്കതീതമായി ദേശത്തിന്റെ ഉത്സവമായി ആഘോഷിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം പ്രസിഡന്റ് സ്വപ്നകുമാർ PS, സെക്രട്ടറി ഷിബി KB, ട്രഷറർ അരുൺകുമാർ VS എന്നിവർ അറിയിച്ചു. മങ്കുഴിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഇന്ന് കൊടിയേറിയിരിക്കുകയാണ്. ഇന്ന് മുതൽ 23-ാം തീയതി വരെ വളരെ നല്ല കലാപരിപാടികളോടും വിശേഷാൽ പൂജാ വഴിപാടുകളോടും കൂടി ഭംഗിയായി ആചരിക്കുകയാണ്. പൂർവാധികം ഭംഗിയായി ദർഭത്തൊട്ടി ദേശത്തിൻ്റെ ഒരു മഹാ ഉത്സവമായി ആഘോഷിക്കുകയാണ്. പ്രധാനപ്പെട്ട വഴിപാടായ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യ വഴിപാടാണ് പൂമൂടൽ വഴിപാട്. വൈകുന്നേരം ഭജന, കൈകൊട്ടിക്കളി, 23-ാം തീയതി രാവിലെ കലശം, വിശേഷാൽ പൂജ, വൈകുന്നേരം തൊമ്മൻകുത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര, അതിനുശേഷം കൊട്ടാരക്കര ശ്രീഭദ്ര അവതരിപ്പിക്കുന്ന നികുംബില ബാലെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കലാപരിപാടികളിലും ക്ഷേത്ര ചടങ്ങുകളിലും മുഴുവൻ ഭക്തജനങ്ങളും വന്ന് പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 90കളുടെ പഴമയും പുത്തൻ രുചിക്കൂട്ടുകളുമായി 90s കോട്ട കഫേ. ഏത് ചൂടത്തും മഴ പെയ്യുന്ന ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാമെന്നതാണ് 90s കോട്ടയുടെ പ്രത്യേകത. മീനിന്റെ വിവിധങ്ങളായ രുചിക്കൂട്ടുകളും കഫയെ വ്യത്യസ്തമാക്കുന്നു. പണ്ടുകാലത്ത് ഗ്രാമങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു ഓടിട്ട ചായക്കട. അതേ കാഴ്ചയൊരുക്കിയാണ് തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന 90s കോട്ട കഫേ. തൊടുപുഴ വെങ്ങല്ലൂർ ബൈപ്പാസിൽ കാർഡ്സിന് സമീപമാണ് കഫേ പ്രവർത്തിക്കുന്നത്. ഓടിട്ട മേൽക്കൂരിയും ഇരുവശങ്ങളിലുമായി നിൽക്കുന്ന മുളകളും ഭക്ഷണം കഴിക്കുവാൻ വരുന്നവർക്ക് കുളിർമയേകുന്നതാണ്. ഏത് ചൂടത്തും മഴ പെയ്യുന്ന ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിക്കാം. സദാസമയവും മേൽക്കൂരിയിൽ നിന്ന് ജലത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നു. മേൽക്കൂരിയിൽ നിന്ന് മുളയുടെ ഇലകളിലേക്ക് വീഴുന്ന മഴത്തുള്ളികൾ ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. മീൽസ്, ബിരിയാണി, ജ്യൂസ് ഐറ്റംസ്, ചായ, ചെറുകടികൾ തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭ്യമാണ്. മീനിന്റെ വിവിധങ്ങളായ രുചിക്കൂട്ടുകളാണ് 90s കോട്ട കഫേ വ്യത്യസ്തമാക്കുന്നത്. പഴയകാല സിനിമയിൽ കാണുന്ന ഗ്രാമങ്ങളിലേക്ക് കടക്കുന്ന കവാടം പോലെയാണ് 90s കോട്ടയുടെ കമാനവും ചെയ്തിരിക്കുന്നത്. പഴയകാല മൺകട്ടയിൽ നിർമ്മിച്ചിരിക്കുന്ന ചുവരുകളാണ്. പഴമയുടെ റാന്തൽ വിളക്കും ഇസ്തിരിപ്പെട്ടിയും പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. പുത്തൻ തലമുറയ്ക്ക് 90കളിലെ കാലത്തെ അവതരിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ സവിശേഷതകൾ സമ്മാനിക്കുകയാണ് 90s കോട്ട കഫേ.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടവെട്ടി തെക്കുംഭാഗം മീൻമുട്ടി മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളം ലഭ്യമാകാത്തതിനെ തുടർന്ന് ഇടവെട്ടി പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തി. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മെമ്പർമാർ ആരോപിച്ചു. പൈപ്പുകൾ പല ഭാഗങ്ങളിലും പൊട്ടിയ നിലയിലാണ്. നാട്ടുകാർ പണം മുടക്കാമെന്ന് പറഞ്ഞാലും ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ലാത്ത അവസ്ഥ. കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറി നൽകാത്തത് കൊണ്ട് അവരും തയ്യാറാകുന്നില്ലെന്നും മെമ്പർമാർ പറയുന്നു. ഇടവെട്ടി കനാൽ റോഡ്, ചെറയുടെ അവിടുന്ന് കനാലിലേക്ക് പോകുന്ന റോഡ്, ആ ചെറയുടെ എവിടെയാണ് ഒരു ജോയിന്റ് ഉണ്ടായിരുന്നത്. ആ ജോയിന്റ് ഇപ്പോൾ 5ാമത്തെ തവണയാണ് പൊട്ടുന്നത്. അതിനൊരു പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. അവിടെ എപ്പോഴും വെള്ളക്കെട്ട. ഇവിടുന്ന് പെൻഷനായ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അനിയൻ്റെ വീടിന് മുമ്പിൽ ഒരു ലീക്ക് ഉണ്ട്. കെട്ടുവെച്ചിട്ട് സ്ലാബ് വയ്ക്കൂലേ വേണം, ആ ഒരു സംവിധാനം കൊടുക്കണം. അല്ലെങ്കിൽ വീണ്ടും നാളെ ഇത് കുഴിക്കേണ്ടി വരും. 2 സോണം ആക്കണം മേഡം. ഇപ്പൊ നിലവിൽ 8.5 മണിക്കൂർ 9 മണിക്കൂർ എടുക്കുന്നുണ്ട് ടാങ്ക് നിറയാൻ. ഞങ്ങളുടെ അവിടുത്തെ 2 വാർഡിന്റെ പ്രശ്നം ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആദ്യം വെള്ളം കൊടുത്ത പോലെയല്ല, ഓരോ ദിവസവും വീടുകളുടെ എണ്ണവും കൂടുക. അതനുസരിച്ച് വെള്ളം അടിക്കുന്ന, അല്ല നമ്മള് കുറ്റം പറയണതല്ല. ഇപ്പം വെള്ളം മൊത്തം ജലജീവനിൽ നമ്മൾ സമ്പൂർണ്ണമായിട്ട് പ്രഖ്യാപിച്ച പഞ്ചായത്താണ് ഇടവെട്ടി. പക്ഷെ അതിന്റെ ഇരട്ടി വീടുകൾ ഇപ്പം വീണ്ടും കയറി വന്നേക്കുവാണ്. അപ്പൊ അന്ന് അടിക്കുന്ന വെള്ളത്തിന്റെ അളവ് തന്നെ നമ്മൾ അടിക്കുമ്പോൾ എല്ലാവർക്കും ഈ വെള്ളം കൊണ്ട് അങ്ങോട്ട് എത്തുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്ന് കോൺഗ്രസ് നേതാവും തൃപ്പൂണിത്തുറ MLAയുമായ കെ ബാബു. മത്സരിക്കണമെന്ന് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ മത്സരത്തിനില്ലെന്ന് നേതാക്കളെ അറിയിച്ചുവെന്ന് ബാബു പറഞ്ഞു. പിൻഗാമിയെ നിർദ്ദേശിക്കാനില്ല. മികച്ച സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വരും. മണ്ഡലം UDF തന്നെ നിലനിർത്തും. CPM-നും BJP-ക്കും ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കാമെന്നും കെ ബാബു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടെ മാധ്യമങ്ങളോട് പറഞ്ഞു. എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ UDF-ന്റെ നയം മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിലാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ബാർ ഹോട്ടലുകളെല്ലാം അടച്ചു പൂട്ടിയതും. ഇപ്പോൾ ഏറ്റവും പ്രസക്തമായിട്ട് ടൈമിൻ്റെ കാര്യമുള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ ടൈം വെട്ടിക്കുറയ്ക്കുക 12 മണി എന്നുള്ളത് 10 മണിയാക്കി ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് കുറച്ചത്. രാവിലെ മുതൽ ബാർ തുറക്കുമായിരുന്നു കേരളത്തിൽ. അത് 11 മണി മുതലാക്കിയത് ഞങ്ങളുള്ളപ്പോഴാണ്. അതുപോലെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഏറ്റവും കുറച്ചതും ഞങ്ങളുടെ സമയത്താണ്. ഞങ്ങൾ ബിവറേജ് ഔട്ട്ലെറ്റുകൾ കൂടുതൽ സ്ഥാപിച്ച് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാനല്ല ശ്രമിച്ചത്, ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും 10% വെച്ച് കുറയ്ക്കുക ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ബിവറേജ് ഔട്ട്ലെറ്റ് ഇരുന്നു. ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊല്ലുക എന്നുള്ളൊരു നയമാണ് ഗവൺമെൻറ്റുള്ളത്. അത് മാത്രമല്ല, ടൂറിസത്തിൻ്റെ പേരിൽ ആണ് ഈ സമയം വർദ്ധിപ്പിച്ചത് എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. ടൂറിസ്റ്റ് മേഖലകളിൽ വർദ്ധിപ്പിച്ചത് ആദ്യം ടൂറിസത്തിൻ്റെ പേര്. ഇപ്പോൾ പറഞ്ഞ ഏകീകരണമാണ് ഉണ്ടായതെന്ന് എനിക്കത് മനസ്സിലാവാത്ത കാര്യം. അന്ന് വർദ്ധിപ്പിച്ചിട്ട് അന്ന് അതിന് തുടക്കം കുറിച്ചു. ഇപ്പോൾ പറഞ്ഞ് ഏകീകരിക്കുകയാണെന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഏകീകരിച്ചതെന്ന് അറിയാമോ? 10 മണിയിൽ നിന്നാണ് ഈ ഏകീകരണം 12 മണി വരെ പോയത്, പിന്നെ 3 മണി വരെ. ഈ ഗവൺമെൻറ് നയം ഒരു സംശയമില്ല, മദ്യം എല്ലായിടത്തും ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, 2016 ബാറുകളെല്ലാം തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ഗവൺമെൻറ് പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിൽ മദ്യം ലഭ്യത കുറഞ്ഞതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ വ്യാപനം വർദ്ധിച്ചു. ഇപ്പോൾ 1000 ബാറുകൾ കേരളത്തിലുണ്ട്. അന്ന് 30 ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ബിവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഇപ്പോൾ നമ്പർ പറയാൻ പറ്റില്ല എത്രയേ ഉണ്ടെന്നുള്ളത്. പക്ഷേ എന്നിട്ട് ഇപ്പം എന്താ സ്ഥിതി? മയക്കുമരുന്നിൻ്റെ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെ വർദ്ധിച്ചു. കൊച്ചി അതിൻ്റെ ഹബ്ബായി, കേരളവും. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മുടെ UP സ്കൂളിലെ കുട്ടികൾക്ക് പോലും മയക്കുമരുന്ന്, രാസലഹരി ലഭ്യമാണെന്ന്. അതാണ് സ്ഥിതി. ഗവൺമെൻറ് പൂർണ്ണമായും ആ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് നയം ഒരു സംശയവുമില്ല, മദ്യം ഒഴുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ മലബാർ ഡിസ്റ്റിലറിയൊക്കെ അന്നും ഞങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു. ഞങ്ങൾ തുടങ്ങാതിരുന്നതാണ്. ഞങ്ങൾ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത് എപ്പോഴും. ഏഴാനിക്കൂട്ടം സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംയുക്തമായി നടത്തി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ തോമസ് വെങ്ങാലുവക്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ നൈസി ഡനിൽ, ബിജോ ചേരിയിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു.
ഏഴാനിക്കുട്ടം സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിലെ വാർഷികാഘോഷം ബ്ലോസം 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഇതോടൊപ്പം അധ്യാപക രക്ഷകർതൃ ദിനവും ആചരിച്ചു. ചീനിക്കുഴി സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ നിർവഹിച്ചു. നമ്മുടെ ഈ സ്കൂളിൽ ഞങ്ങളിവിടെ തന്നെ നിന്നപ്പോൾ ഇവിടുത്തെ ആങ്കറിങ്ങിനായിട്ട് കുറേ കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഇവിടുത്തെ ടീച്ചേഴ്സ് നടത്തിയിരുന്നു. എത്ര ഭംഗിയായിട്ടാണ് അവരെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ അധ്യാപകരും അവരെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രശംസിക്കേണ്ടത്. ഈ കുഞ്ഞുമക്കളുടെ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് ശരിക്കും ഒരു സ്കൂളിൻ്റെ മുതൽക്കൂട്ടെന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകരാണ്. ആ അധ്യാപകരുടെ സ്നേഹവും സഹനവും ഒക്കെയാണ് ആ മക്കളിലൂടെ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഒരു ദിവസം ഒരു സ്കൂൾ അവധിയാകുമ്പോഴത്തെ തന്നെ നമ്മളുടെ വീട്ടിലെ ഈ മക്കളുടെ ഓരോ നിർബന്ധങ്ങളും, പക്ഷേ ഈ അധ്യാപകർ അവരുടെ ഇഷ്ടങ്ങളും അവർക്ക് നല്ല ശിക്ഷണം നൽകി അവരെ സ്നേഹമുള്ള മക്കളായി പങ്കുവയ്ക്കുവാൻ കഴിവുള്ളവരായി എല്ലാം വളർത്തുന്നത് ഈ അധ്യാപകരാണ്. എന്താണെങ്കിലും ഈ സ്കൂളിൻ്റെ ഈ കഴിഞ്ഞ വർഷത്തെ ഒരു വർഷക്കാലത്തിനുള്ള നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് നമ്മൾ ഈ ആനിവേഴ്സറിയിലൂടെ നമ്മൾ വിലയിരുത്തുന്നത്. ഒരു സ്കൂളിൻ്റെ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് മാത്രമായിട്ടല്ല, ഇവരുടെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് നമ്മൾ വിലയിരുത്തുന്നത്. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ തോമസ് വേങ്ങാലുവക്കൽ അധ്യക്ഷത വഹിച്ചു. സരസ്വതി ക്ഷേത്രങ്ങൾ വളരുകയും വികസിക്കുകയും വിജ്ഞാനങ്ങൾ പകരുകയും ചെയ്യുന്ന പുണ്യസ്ഥലങ്ങളായി മാറുമ്പോഴാണ് നമ്മുടെ നാട് വലുതാകുന്നത്, വികസിക്കുന്നത്. മനുഷ്യ മനസ്സുകളെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്, രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത്. എല്ലാ തരത്തിലുമുള്ള ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് സർവോന്മുഖമായ വളർച്ചയാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നത് പറയുവാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. ഞാൻ കയറി വന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുകയായിരുന്നു, ഈ ഏഴാനിക്കുട്ടം സ്കൂള് എൻ്റെയും പ്രിൻസിപ്പൽ സാറിൻ്റെയും ഭാഗത്ത് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പഞ്ചായത്തിൽ നിന്ന് സ്കൂളിന് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതൊരു എയ്ഡഡ് സ്ഥാപനമാണ്, നമ്മൾ പറയുന്നത് ക്വാസി ഗവൺമെന്റിലാണ്. പഞ്ചായത്ത് മെമ്പർമാരായ നൈസി ഡെനിൽ, ബിജോ ചേരിയിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. PT comment. Matthew John Endowment for best performer in class 1. For best neat and disciplined student goes to Kumari and Maria Jason. Performer in work experience goes to best mark in Malayalam from class 4. Secured the highest mark. Student who gets highest mark in goes to Master Cash. Goes to Master Sravan. Thank you. Second prize. Class 1 first prize. ന്യൂസ് ബ്യൂറോ, ചീനിക്കുഴി.
ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന നവാസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ഡെനിൽ 2026-2027 വർഷത്തെ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന നവാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരവും ഫണ്ടും നൽകുകയും അങ്ങനെ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും അവിടെ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കുന്നതിന് ഭാഗമായിട്ടാണ് നമ്മൾ വികസന സെമിനാറുകൾ നടത്തി ഓരോ പദ്ധതികളും രൂപീകരിക്കുന്നത്. 1996 ആദ്യമായിട്ട് വികസന സെമിനാർ നടന്നത്. അതിനുശേഷം ഏകദേശം 30 വർഷത്തോളമായി നമുക്കറിയാം സാധാരണക്കാരുടെ വികസന സ്വപ്നങ്ങൾ അവർ ഓരോ ഗ്രാമസഭയിലും വർക്കിംഗ് ഗ്രൂപ്പുകളിലും ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളാണ് ക്രോഡീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വികസന സെമിനാർ നടക്കുകയും ഇതൊരു അന്തിമ രേഖയല്ല, കരട് പദ്ധതി വികസന രേഖയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനകത്തും കൂടുതൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്തുവാനുണ്ട്. അതുപോലെ ഇനിയും ഒരുപാട് പദ്ധതികൾ ചേർക്കേണ്ടതായിട്ടുമുണ്ട്. അത് ഞങ്ങളുടെ ഫണ്ടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുവാൻ കൂടുതൽ ശ്രമിക്കുന്നതായിരിക്കും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസി ഡെനിൽ 2026-2027 വർഷത്തെ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മനോജ് തങ്കപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിഷ എൽദോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി ജോസഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി സുനിൽ, പഞ്ചായത്ത് പ്രതിനിധികളായ ജോൺസൺ കുര്യൻ, ഷിബു KG, ബിജോ ജേക്കബ്, മനോജ് PB, പ്രിൻസ് ജോർജ്, മനു CL, ശരത് ചന്ദ്രൻ, ഷെമീന അസീസ്, ആഷ്ന അഷ്റഫ്, ബിന്ദു ഗംഗാധരൻ, ബിജിത ഷിബു, ശ്രീദേവി സാബു, അസിസ്റ്റന്റ് സെക്രട്ടറി MU സുജാത എന്നിവർ ആശംസകൾ നേർന്നു. പ്ലാനിംഗ് ക്ലർക്ക് നിയാസ് CK കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-2027 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. യോഗം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ആലക്കോട് നിർമ്മാണം പൂർത്തീകരിച്ച കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. PG ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. റിവർ വാലി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 21 മുതൽ മാർച്ച് 2 വരെ തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ വെച്ച് അഖില കേരള കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പഠനവുമില്ലാതെ ദുരന്ത നിവാരണ നിയമം ഇടുക്കി ജില്ലയിലെ നടപ്പിലാക്കിയ സ്വന്തം മുന്നണിയുടെ സർക്കാരിനെതിരെയാണ് ദേവികുളം MLA സമരം ചെയ്യേണ്ടതെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടവെട്ടി തെക്കുംഭാഗം മീൻമുട്ടി മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളം ലഭ്യമാകാത്തതിനെ തുടർന്ന് ഇടവെട്ടി പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.